ചെക്ക് കേസിലെ പ്രതിക്ക് ഇരട്ടി തുക പിഴയും 2 വർഷം തടവും ശിക്ഷ വിധിച്ച് കോടതി. ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനിയിൽ 2011 2 കോടി രൂപയുടെ ചിട്ടി ചേർത്ത് തുക പിടിച്ച ശേഷം 1,20,00,000 രൂപ കുടിശ്ശിക വരുത്തിയ കേസിലാണ് ശിക്ഷ. ബാലഗ്രാം സ്വദേശി ബെല്ലാരി സന്തോഷ് എന്ന് വിളിക്കുന്ന KS സന്തോഷിനെയാണ് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. 2013 ശ്രീഗോകുലം ചിറ്റ് ആൻഡ് ഫൈനാൻസ് കട്ടപ്പന ശാഖയിൽ നൽകിയ ചെക്ക് മടങ്ങുകയായിരുന്നു. 7 ചിട്ടുകളിലായി പ്രതി തന്ന മുഴുവൻ ചെക്കുകളും ബാങ്കിൽ പണമില്ലാത്തതു കാരണം മടങ്ങി. ചെക്ക് തന്ന ദിവസം താൻ തമിഴ്നാട്ടിൽ കത്തിക്കുത്തിന് വിധേയനായെന്നും 100 കിലോമീറ്റർ സഞ്ചരിച്ച് തൂക്കുപാലത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയതായും കോടതിയെ ബോധിപ്പിച്ച പ്രതി ഗോകുലത്തിന്റേതെന്ന് തോന്നിപ്പിക്കുന്ന 30 വ്യാജ രസീതുകൾ ഹാജരാക്കി താൻ പണം അടച്ചതാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചു. വിസ്താരം നടക്കുന്ന വേളയിൽ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക പരാതി നൽകി FIR ഇട്ടു. ഗോകുലം ഗ്രൂപ്പ് ചെയർമാനും ഡയറക്ടറും DGPക്ക് നൽകിയ പരാതിയിൽ ഈ കേസ് തൊടുപുഴ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷിക്കുകയും DGPക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. തുടർന്ന് ഗോകുലം ഹൈക്കോടതിയെ സമീപിക്കുകയും പ്രമുഖ അഭിഭാഷകനായ C ഉണ്ണികൃഷ്ണൻ മുഖാന്തരം FIR റദ്ദും ചെയ്തു. ഉത്തരവ് വിസ്താര കോടതിയിൽ ഹാജരാക്കി വിചാരണ പുനരാരംഭിച്ചു. തുടർന്ന് പ്രതി ചെക്കിൽ ഒപ്പ് തന്റേതല്ലെന്നും ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്നും വാദമുന്നയിക്കുകയും വിചാരണ നിർത്തിവെക്കുകയും ചെയ്തു. ഫോറൻസിക് ലാബിൽ നിന്ന് വന്ന റിപ്പോർട്ടിൽ ഒപ്പ് പ്രതിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും വിചാരണ പുനരാരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ഹൈദരാബാദ് സെൻട്രൽ ഫോറൻസിക് ലാബിൽ വീണ്ടും പരിശോധനയ്ക്ക് അയക്കണമെന്ന പ്രതിയുടെ വാദം തള്ളിക്കളഞ്ഞ കോടതി വാദം പൂർത്തിയാക്കി വിധി പറയുകയായിരുന്നു. കൃത്രിമ രസീത് ചമച്ചതിന് പ്രതിക്കെതിരെ കേസെടുക്കണമെന്ന് വാദിഭാഗം കോടതിയിൽ പ്രത്യേകം ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഗോകുലം ചിറ്റിനു വേണ്ടി സീനിയർ അഭിഭാഷക അഡ്വക്കേറ്റ് VK ബീനയാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.